കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. വീണ്ടും നമുക്ക് ഒരു പുതിയ വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാതം കൂടെ കാണുവാൻ വലിയവനായ കർത്താവ് തന്ന വിലപ്പെട്ട അവസരത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഓരോ പ്രഭാതങ്ങളിലും ദൈവം നമ്മെ പുതിയ പുതിയ അനുഭവങ്ങളിലൂടെ നടത്തുന്നത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം. ലോകമെന്ന പ്രതികൂലങ്ങളുടെ പേമാരിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവകൃപ ഒരു കുടയായി നമ്മുടെ മേൽ പിടിച്ച് നമ്മെ ഓരോ ദിവസവും നടത്തുന്ന കർത്താവിന് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമുക്കറിയാം, ഇസ്രായേൽ ജനം തങ്ങളുടെ വാഗ്ദത്ത കനാനിലേക്കുള്ള യാത്രയിൽ ഓരോ പ്രഭാതങ്ങളിലും ശക്തിമാന്മാരുടെ അപ്പം തിന്നുകൊണ്ട് തങ്ങളുടെ വാഗ്ദത്ത കനാനിലേക്ക് യാത്ര ചെയ്തതുപോലെ നമ്മുടെ സ്വകീയ കനാനിലേക്കുള്ള യാത്രയിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനമാകുന്ന മന്ന ഭക്ഷിച്ചുകൊണ്ട് നമ്മുടെ യാത്ര നമുക്ക് അറിയാം. ഇന്നത്തെ പ്രഭാത മനയുടെ ചിന്താവിഷയം വരം ലഭിക്കുന്നവർ എന്നുള്ളതാണ്. വരം ലഭിക്കുന്നവർ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യമാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം 11-ാമത്തെ വാക്യം. അവിടെ നാം പ്രകാരം വായിക്കുന്നു, എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. ബാക്കി ഒരിക്കലൂടെ പറയാം, എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വർഗ്ഗാരോഹണത്തിന് മുമ്പ് കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് ഒരു വലിയ വാഗ്ദത്തം കൊടുത്തു. അതായത് പരിശുദ്ധാത്മാവിനെ അവർക്ക് നൽകാമെന്ന വാഗ്ദത്തം ചെയ്തു. അതിനെപ്പറ്റി കർത്താവ് പ്രകാരമാണ് പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 7-8 വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 7-8 വാക്യങ്ങൾ. ഇവിടുത്തെ വായിക്കുന്നത്, ഞാൻ നിങ്ങളോട് സത്യം പറയും, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ കർത്താവായ യേശുക്രിസ്തു പരിശുദ്ധാത്മാവെന്ന തന്റെ കാര്യസ്ഥനെ അയക്കാം എന്നതിനെ പറ്റി പറഞ്ഞിരിക്കുന്ന വേദഭാഗമാണ് വായിച്ചത്. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവരെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുന്നു. അപ്പൊ നമുക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ശരിയായ ബോധം വരുത്തി നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ദൈവത്തിന് സ്തോത്രം. ഈ പരിശുദ്ധാത്മാവിനെ ആർക്കാണ് ദൈവം കൊടുക്കുന്നത്? അതിനെപ്പറ്റി തിരുവചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15-16 വാക്യം. യോഹന്നാൻ 14-15-16 വാക്യങ്ങൾ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എന്റെ കൽപ്പനകളെ കാക്കുക. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവിടുന്ന് സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ദൈവത്തിന് സ്തോത്രം. ഈ പരിശുദ്ധാത്മാവിനെ ആർക്കാ കൊടുക്കുന്നത്? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ എന്ന് പറഞ്ഞാൽ നാം ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിച്ചാൽ, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കുന്നു, അവിടുത്തെ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. വീണ്ടും അപ്പോസ്തല പ്രവൃത്തികൾ 5:32 വായിക്കും. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 5:32 വാക്യം. ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവ് സാക്ഷികളാണ്. അപ്പൊ ദൈവം പരിശുദ്ധാത്മാവിനെ ആർക്കാ കൊടുക്കുന്നത്? ദൈവം തന്നെ അയക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവ്. അപ്പൊ ദൈവത്തെ അനുസരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ദൈവകൽപ്പനകളെ അനുസരിക്കുന്നവർക്കാണ് തന്റെ പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. ഈ പരിശുദ്ധാത്മാവാണ്
ആത്മാവിന്റെ വിവിധ വരങ്ങളെ നമുക്ക് നൽകുന്നു എന്ന് പറഞ്ഞാൽ അവനവന്റെ പ്രാപ്തി പോലെ ഈ പരിശുദ്ധാത്മാവാണ് ദൈവിക വരങ്ങളെ നൽകുന്നത്. യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചു, മനസ്സാന്തരപ്പെട്ട് വെള്ളത്താലും ആത്മാവിനാലും ഛേദിച്ചെന്ന് പറഞ്ഞാൽ കർത്താവ് കാണിച്ച മാതൃക പ്രകാരം വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട ദൈവകൽപ്പനകൾ എല്ലാം അനുസരിച്ച് വിശുദ്ധിയും വേർപാടുമുള്ള ജീവിതം നയിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുകയും ആ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ നമുക്ക് നൽകുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഈ നല്ല പ്രഭാതം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം ദൈവകൽപ്പനകളെ അനുസരിച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാൽ പ്രശോഭിക്കുന്നവരാണ്. ചിന്തിക്കുക, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ വസിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതങ്ങളെ കർത്താവിനായിട്ട് സമർപ്പിക്കും. അങ്ങനെ സമർപ്പിച്ചാൽ പരിശുദ്ധാത്മാവിൽ വസിക്കുകയും നമ്മുടെ പ്രാപ്തിക്കനുസരിച്ച് പരിശുദ്ധാത്മാവിന്റെ വിവിധ വരങ്ങളെ നമുക്ക് നൽകുകയും അങ്ങനെ കർത്താവിന് വേണ്ടി ശോഭിക്കുവാൻ നമുക്ക് സാധിക്കും. ഈ നല്ല പ്രഭാതം അതിനായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കാം. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തു തന്നെയായിരുന്നാലും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന കർത്താവ് നമ്മെ സൗഖ്യമാക്കും, നമ്മെ വിടുവിക്കും. നമ്മുടെ ഏത് പ്രതികൂലങ്ങളിലും നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തും. നമ്മുടെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള കരുത്ത കർത്താവ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ജന്മദിനമുള്ള പ്രിയപ്പെട്ടവരുടെ അവരെ കൂടെ ഓർത്ത് പ്രാർത്ഥിക്കാം. അടൂർ സഭയിലെ മിസ്സസ് എലിസബത്ത് ഇഗ്നേഷ്യസ്, അടൂർ സഭയിലെ തന്നെ മിസ്റ്റർ പി കെ അലക്സാണ്ടർ, കണ്ണപ്പള്ളി സഭയിലെ മിസ്സസ് അമ്മണി കുഞ്ഞുമ, കണ്ണപ്പള്ളി സഭയിലെ തന്നെ മിസ്സസ് അമ്മണിയമ്മ, താമരക്കുള സഭയിലെ മിസ്സസ് സി വി ജോർജ്, അതുപോലെ ചെന്നൈയിൽ നിന്നും ജോഷുവ ജോസ് എന്നീ പ്രിയപ്പെട്ടവരുടെ ജന്മദിനമാണ്. അവരെ കൂടെ നമുക്ക് വാർത്ത പ്രാർത്ഥിക്കാം. കടകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. അടിയങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, കർത്താവേ, വിശുദ്ധ ദിവസത്തിന്റെ നല്ല പ്രഭാതത്തിനായിട്ട് ഇന്നലെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത അത്യുജനത്തിനായിട്ട് വരം ലഭിക്കുന്നത് ആർക്കാണ് എന്നടികളെ കേൾപ്പിച്ചല്ലോ. കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായി നിങ്ങളുടെ ശരീരം മാറുമ്പോൾ, കർത്താവിനായിട്ട് അടികളെ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായി നിങ്ങളുടെ ശരീരം മാറുകയും ആ പരിശുദ്ധാത്മാവിന്റെ വിവിധ വരങ്ങളെ അടികൾക്ക് നൽകുകയും ചെയ്യുമെന്ന് അടികളെ കേൾപ്പിച്ചതിനായിട്ട് അടികൾ വിശുദ്ധിയും വേർപാടുമുള്ള ജീവിതം നയിച്ചു കർത്താവിന്റെ ആത്മാവിനെ വസിക്കുവാൻ പറ്റിയ മന്ദിരങ്ങളായി തീരുവാൻ അടികളെ സഹായിക്കും. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണം. ഏത് ജീവിത പ്രതികൂലങ്ങളുടെ നടുവിൽ പ്രിയപ്പെട്ടവർ അടിയനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നുവോ അവരുടെ വിഷയങ്ങൾക്ക് കർത്താവ് മറുപടി നൽകണം. കർത്താവെ, ആവശ്യങ്ങളിരിക്കുന്നവർ, ഭാരങ്ങളിരിക്കുന്നവർ, നെടുവീർപ്പുകളിലിരിക്കുന്നവർ, മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നവർ, കടബാധ്യതകളിലൂടെ കടന്നു പോകുന്നവർ, എല്ലാത്തരം പ്രതികൂലങ്ങളിലൂടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രശ്നങ്ങൾക്ക് എന്റെ കർത്താവ് പരിഹാരം. ഇന്ന് ജന്മദിനമുള്ള പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷം പ്രിയ മക്കൾക്ക് എല്ലാ അനുഗ്രഹത്തിന്റെയും വർഷം സന്തോഷവും സമാധാനവും സമൃദ്ധിയും എല്ലാ ജീവിത നന്മകളും ധാരാളമായിട്ട് നമുക്ക് മാനിക്കണം. പ്രിയമുള്ളവരെ, ദൈവമായി കർത്താവിനെ സഹായിക്കട്ടെ. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട മത്സരിക്കുന്നു. തുറന്നുള്ള ദിവസത്തിന്റെ മണിക്കൂറുകളിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ദൈവമായി കർത്താവിനെ എല്ലാം വഴിതെടുക്കുമാറാകട്ടെ.